ഈ തളിപ്പറമ്പിലെ പ്രശ്നം, ടി.കെ. ഗോവിന്ദൻ്റെ പ്രശ്നം, അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏത് സമയത്താണ് ഈ തർക്കം കണ്ടിട്ടാണ് ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവുക. കാരണം ഇന്ന് എന്നോട് ഒരു വലിയ സ്ഥാപനം നടത്തുന്ന വലിയൊരു വ്യവസായിയായിട്ടുള്ള ഒരാൾ ചോദിച്ച ചോദ്യം, അദ്ദേഹം കുറച്ച് മുമ്പേ UDF തന്നെയാണല്ലോ എന്ന്, ഇപ്പോൾ അദ്ദേഹം കുറച്ച് UDF മനസ്സുകൂടിയുള്ള ആളാണ്. ഇന്ന് എന്നോട് ചോദിച്ചു, രാവിലെ തന്നെ വിളിച്ചു ചോദിച്ച് എന്താണ് സ്ഥിതി, ആരായിരിക്കും വരിക എന്നാണ് അദ്ദേഹം ചോദിച്ചു. വേറെ ഒന്നിനല്ല, അദ്ദേഹം പറഞ്ഞ വലിയ സംഖ്യയാണ് ഇവർ ഓരോരുത്തരും ചോദിക്കുന്നത്, ആർക്ക് കൊടുത്താലാണ് ഗുണം ചെയ്യുക, വെറുതെ കളഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു ഈ അവസ്ഥയ്ക്കാണ് നെക്ക് ടു നെക്കാണ് എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ചോദിക്കുന്നത് LDFനല്ലേ കുറേ ഇവരിങ്ങനെ കളിച്ചാൽ എങ്ങനെയാണ് ഈ അധികാരത്തിൽ വരാൻ പറ്റുന്നത്. അപ്പോൾ ഈ ജനങ്ങൾ എന്ത് വിചാരിക്കുന്നു ഉള്ള, സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്യില്ലല്ലോ, ഈ കാശ് കൊടുക്കുന്ന ആളുകളുണ്ട്, ലക്ഷങ്ങൾ കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവരിതൊക്കെ നോക്കുന്നുണ്ട്. അവരിപ്പോൾ ഈ UDFനെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടല്ല, UDF വരുമെന്ന് ഉറച്ച വിശ്വാസത്തിലല്ല എന്ന് തൗഫീഖിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കണം. ഇപ്പോഴും ഈ ഘട്ടത്തിൽ അവസാന മണിക്കൂറിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ ഇത് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ ആളുകളും ഞെട്ടിയതാണ്. നമ്മളൊക്കെ ഈ ദിവസങ്ങളില്ല ഇതാന്ന് പറയുമ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് വരികയാണ്. അത് കഴിഞ്ഞ് നീണ്ട വോട്ടെണ്ണലിന് വലിയ നീണ്ട ദിവസങ്ങളുണ്ട്. പക്ഷേ ഈ വോട്ടെടുപ്പ് എന്ന് പറയുന്നത് അടുത്തായി കഴിഞ്ഞു. അങ്ങനെ ആയിട്ട് പോലും ഞങ്ങളിപ്പോഴും ദിവസങ്ങളിലും മാസങ്ങളിലൊക്കെ പറയുന്ന രൂപത്തിലേക്ക് പോകുന്നു. ഇപ്പോഴും ഈ പ്രശ്നം കാണുമ്പോൾ ജനത്തിന് മടുക്കും, ജനത്തിന് പ്രതീക്ഷയില്ലാതാവും. ഈ സാധ്യതകൾ, ഇപ്പോഴത്തെ സാധ്യതകൾ വെച്ചുകൊണ്ട് ഭരണം എടുക്കാവുന്നൊരു ഘട്ടത്തിലാണ് ഈ കളികൾ കളിക്കുന്നത്. അതാണ് CR പറഞ്ഞ കാര്യം. ഇത് LDF ഈ ഉണ്ടാക്കുന്ന വീഴ്ചകൾ കൊണ്ട്, LDFിലെ പ്രശ്നങ്ങൾ കൊണ്ട്, തളിപ്പറമ്പിലാണെങ്കിലും പാലക്കാട്ടാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും ഒക്കെയുള്ള പ്രശ്നം കൊണ്ട് ഞങ്ങളങ്ങ് ജയിച്ചു പോകും എന്നൊരു ധാരണയിലേക്ക് പോയാൽ തൗഫീഖെ അത് എളുപ്പമല്ല. കാരണം ജനങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ ഇത്രയും 10 വർഷം പുറത്ത് നിന്നിട്ട് ഇങ്ങനെയാണോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ജനം ചോദിക്കും. ശരി. അല്ല, CPMൻ്റെ പ്രതിനിധി കൂടി എന്നോടൊപ്പം ഉണ്ട്, D. സുരേഷ് കുമാർ. ഇപ്പോൾ നേരത്തെ CR നീലകണ്ഠൻ പറയാണ് കോൺഗ്രസിന് അതിൻ്റെ ജൈവിക ഭാവമാണിത്, അതിൻ്റെ തനത് ശൈലിയാണ്, അവസാന മണിക്കൂറുകൾ വഴക്കുണ്ടാക്കുക, തീരുമാനം വൈകിക്കുക, വിമതത്വം വരിക, അടിപിടി എന്നൊക്കെ ഉള്ളത്. പക്ഷേ അത് ജയിച്ചപ്പോഴൊക്കെ അതിന് ദൈവികമായിട്ടുള്ള എന്തോ ഒരു സംഗതി കിട്ടിയിട്ടുണ്ടെന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രി വരെ നെഗറ്റീവ് നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ ചിത്രങ്ങളാണ്, നിങ്ങളുടെ ചുവന്ന ബലൂണുകൾ, നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ, നിങ്ങളുടെ പട്ടിക. കോൺഗ്രസിൻ്റെ പട്ടികയില്ല, കോൺഗ്രസിന് ഉയർത്താൻ ഒരു വിഷയം പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് പക്ഷെ നോക്കൂ, നിങ്ങളുടെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ നിങ്ങളുടെ പാർട്ടിക്കകത്തെ കലഹത്തിൻ്റെ വലിയ ബോംബ് പൊട്ടുന്നതിൻ്റെ ശബ്ദമാണ് കേട്ടത്. ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഡിസ്കഷൻ എന്താണ്? ഗോവിന്ദ മാഷ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, സ്വജന പക്ഷപാതം, പാർട്ടി കമ്മിറ്റികളുടെ തീരുമാനങ്ങളെ അട്ടിമറിക്കൽ, വലിയ ഡിസ്കഷൻ നടക്കുന്നു. അപ്പോൾ അത് തളിപ്പറമ്പിൽ വരുന്നു, പയ്യന്നൂരിൽ വരുന്നു, അമ്പലപ്പുഴയിൽ വരുന്നു. സത്യത്തിൽ കോൺഗ്രസിന് അതെങ്കിൽ വെറുതെ അങ്ങ് ഏറ്റെടുത്താൽ മതി എന്ന സംഗതി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ?